മഞ്ഞുമൂടിയ ഹിമാലയൻ മലനിരകൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന ഒരു തടാകം. വേനൽക്കാലത്ത് മഞ്ഞുരുങ്ങുമ്പോൾ ആ തടാകത്തിന്റെ അടിത്തട്ടിൽ നിന്ന് തെളിഞ്ഞുവരുന്നത് നൂറുകണക്കിന് മനുഷ്യ അസ്ഥികൂടങ്ങളാണ്. ഉത്തരാഖണ്ഡിലെ രൂപ്കുണ്ട് തടാകം 1942 ഒരു ഫോറസ്റ്റ് ഗാർഡ് ഇത് കണ്ടെത്തിയതു മുതൽ ലോകം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ആരുടേതാണ് ഈ അസ്ഥികൂടങ്ങൾ? വിജനമായ ഈ മലമുകളിൽ ഇത്രയധികം ആളുകൾ എങ്ങനെ ഒന്നിച്ചു മരിച്ചു വീണു? ദ ക്രോണിക്ലർ മലയാളം ഇന്ന് പരിശോധിക്കുന്നത് ഹിമാലയത്തിലെ ഈ സ്കെലിറ്റൺ ലേക്കിനെ കുറിച്ചാണ്. ആദ്യകാലത്ത് കരുതിയിരുന്നത് ഇത് ജപ്പാൻ സൈനികരുടെയോ അല്ലെങ്കിൽ കശ്മീരിൽ നിന്ന് വന്ന വ്യാപാരികളുടെയോ മൃതദേഹങ്ങളാണെന്നാണ്. എന്നാൽ കാർബൺ ഡേറ്റിംഗ് നടത്തിയപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വസ്തുത പുറത്തുവന്നു. ഈ അസ്ഥികൂടങ്ങൾക്ക് ഏകദേശം 1200 വർഷത്തോളം പഴക്കമുണ്ടായിരുന്നു. അതായത് 8-ാം നൂറ്റാണ്ടിൽ ഇവിടെ ഏതോ വലിയ ദുരന്തം നടന്നിരിക്കുന്നു. ശാസ്ത്രജ്ഞർ ഈ അസ്ഥികൂടങ്ങൾ പരിശോധിച്ചപ്പോൾ എല്ലാവരുടെയും തലയോട്ടിയിൽ സമാനമായ പരിക്കുകൾ കണ്ടെത്തി. മുകളിൽ നിന്ന് ഭാരമേറിയ എന്തോ ഒന്ന് തലയിൽ പതിച്ചതുപോലെ. വെടിയുണ്ടകളോ വാളുകളോ അല്ല അവരെ കൊന്നത്. പ്രാദേശികമായ ഒരു നാടൻ പാട്ട് പറയുന്നത് കുന്നത്തുള്ള നന്ദാദേവി ദേവിയുടെ കോപം കാരണം ആകാശത്ത് നിന്ന് ഇരുമ്പ് പോലുള്ള കല്ലുകൾ മഴയായി പെയ്തു എന്നാണ്. ഇത് ഭീമാകാരമായ ആലിപ്പഴ വീഴ്ച, ക്രിക്കറ്റ് ബോൾ സൈസ്ഡ് ഹെയിൽ സ്റ്റോൺസ് ആയിരിക്കുമെന്ന് ശാസ്ത്രം ഇന്ന് കരുതുന്നു. ഏറ്റവും പുതിയ പഠനങ്ങൾ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കി. ഈ തടാകത്തിൽ മരിച്ചു കിടക്കുന്നവർ ഒരേ വിഭാഗത്തിൽപ്പെട്ടവരല്ല. ചിലർ ഇന്ത്യക്കാരാണ്, എന്നാൽ മറ്റു ചിലർ മെഡിറ്ററേനിയൻ കടൽ തീരത്തുള്ള ഗ്രീക്കുകാരുടെ ജനിതക ഗുണങ്ങളുള്ളവരാണ്. ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഗ്രീക്കുകാർ എന്തിനാണ് 1200 വർഷങ്ങൾക്ക് മുൻപ് ഹിമാലയത്തിലെ ഈ ദുർഗം പാതയിലെത്തിയത്? രൂപ്കുണ്ട് ഇന്നും ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ബാക്കി വെക്കുന്നു. ഒരു തീർത്ഥാടന യാത്രക്കിടെയുണ്ടായ പ്രകൃതി ദുരന്തമാണോ, അതോ ചരിത്രം രേഖപ്പെടുത്താത്ത മറ്റെന്തെങ്കിലും രഹസ്യമാണോ? മഞ്ഞിൽ പൊതിഞ്ഞ ആ അസ്ഥികൂടങ്ങൾ ഇന്നും ആ രഹസ്യം കാത്തുസൂക്ഷിക്കുന്നു. നിങ്ങൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? കമന്റ് ചെയ്യൂ. ഇതുപോലുള്ള കൂടുതൽ മിസ്റ്ററി വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.